ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിനെ വീട്ടിലാക്കിയതിന് ശേഷം തിരിച്ച് വണ്ടി കയറുന്ന അശ്വിൻ്റെ കാറിൽ കുപ്പി വളകൾ കിടക്കണ കാണുമ്പോൾ അശ്വിനത് നോക്കിയിട്ട് പിന്നെ തിരിച്ച് വണ്ടി എടുക്കുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ എഴുന്നേക്കുന്നേ ഇല്ല. ആൻറ്റിയും ചേച്ചിയും ഒരുപാട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാം വരുന്നുണ്ട്. ശ്യാം പറയുന്നുണ്ട്, ചേച്ചി ശ്രുതിയുടെ കൈവെള്ള നന്നായിട്ട് ചൂടായിക്കൊണ്ടേ ഇരിക്കുക, തണുപ്പടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ, നന്നായിട്ട് ചൂടാക്കി, ഞാൻ എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചിട്ട് വരാം എന്ന് ശ്യാം പറഞ്ഞിട്ട് പോവുകയാണ്. തിരിച്ച് വീട്ടിൽ നിന്ന് അശ്വിനോട് മുത്തശ്ശിയും അതുപോലെ തന്നെ ചേച്ചിയും എങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അശ്വൻ പറയുന്നുണ്ട്, പ്ലീസ് എന്നോട് ഇപ്പോൾ ഒന്നും സംസാരിക്കരുത്, എനിക്ക് വയ്യ, എനിക്ക് റെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ, അയ്യോ കുഞ്ഞാ നിൻ്റെ കയ്യിൽ ചോര, ഇതെങ്ങനെ സംഭവിച്ചു, നിൻ്റെ കൈ ഇതെങ്ങനെ പൊട്ടി, കുഞ്ഞാ നിനക്കറിയാവുന്നില്ല നീ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന്, അപ്പോൾ ഇങ്ങനെ ചോരയൊക്കെ വന്നാൽ മുറിവൊക്കെ ഉണ്ടായ പെട്ടെന്ന് ബ്ലഡ് മുറിവ് ഉണങ്ങില്ല പഴുക്കുമെന്നൊക്കെ അറിയില്ലേ, ആൻറ്റി പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവരികയാണ്. അത് അശ്വൻ തന്നെ മേടിക്കുകയാണ്. അതിനുശേഷം അശ്വൻ പറയുന്നുണ്ട്, ഇത് ഞാൻ കെട്ടിക്കോളാം, എടാ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ, പ്ലീസ് എനിക്കിപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യണം, അതിനുശേഷം ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാം എന്ന് പറയുവാണ്. ഈ കുടുംബത്തിന് മാനം കെടുത്തുന്ന രീതിയിൽ നീ പെരുമാറില്ലെന്നറിയാം, പക്ഷേ നിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട് കുഞ്ഞാന്ന് പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, പ്ലീസ് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് വരാമെന്നിട്ട് റൂമിലേക്ക് പോകുവാണ്. ഡോക്ടറാണെങ്കിൽ ഷ്യാമിൻ്റെ കൂടെ വരാൻ റെഡിയാവാതെ ആകുമ്പോൾ ഡോക്ടറെ വലിച്ചുകൊണ്ട് പോവാട്ടോ ഷ്യാം വീട്ടിലേക്ക്. റൂമിലെത്തിയ അശ്വനാണെങ്കിൽ കൈ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മുറിവ് പറ്റിയത് ഒക്കെ ആലോചിക്കുകയാണ്, ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതേസമയം ശ്രുതിയെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, ശ്രുതിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തോ കണ്ട് പേടിച്ച് അതിൻ്റെ ആ ടെൻഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പേടിയിൽ ആൾക്ക് ബോധം പോയത്, പക്ഷേ ആൾ ഓക്കെയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആൾ കണ്ണ് തുറന്നോളും. 2 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, കെയർ ചെയ്യണം, എവിടെ വിടാൻ പാടില്ല, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുമ്പോൾ ശ്യാമ സോറിയൊക്കെ പറയുന്നുണ്ട്. സാരമില്ലടോ, ഇയാളുടെ ഇത് ടെൻഷൻ കാണുമ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, സാരമില്ല, ഇയാൾ ഓക്കെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. ശ്രുതിയെ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ശ്രുതി എഴുന്നേൽക്കുമ്പോൾ ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്താ നിനക്ക് പറ്റിയത് എന്ന് പറയുമ്പോൾ, എന്നെ ആരും ഇവിടെ കൊണ്ടുവന്നാക്കിയതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അത് അശ്വിനോ അയാളോ, അതെ, എന്താ പറ്റിയത്, അയാൾ നിന്നെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അയാൾ അങ്ങനെയൊന്നും ഉപദ്രവിച്ചില്ല ചേച്ചി, പിന്നെ എന്താ നിനക്ക് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ, അത് ഓഫീസിൽ വർക്ക് കൂടുതലായതുകൊണ്ട് എന്നോട് ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങാണ്, അവിടെ എൻജിനീയേഴ്സൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ പോയത്. അവിടെ പോയപ്പോൾ എല്ലാവരും പണി കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, ഞാനവിടെ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവിടെ കെട്ടിടമൊക്കെ ഇടിഞ്ഞ് വീഴാൻ തുടങ്ങി. അത് കണ്ട് പേടിച്ച് വരണ്ടിരിക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കെട്ടിടങ്ങൾ പൊളിഞ്ഞ് വീഴുന്നത് കണ്ട് എനിക്ക് പേടിയായി ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, ശ്രുതി നീ ഇനി ആ ജോലിക്ക് പോകണ്ട എന്ന് തന്നെ റിസൈൻ ചെയ്തേക്കെന്ന് പറയുമ്പോൾ ആൻറ്റി പറയുന്നുണ്ട്, എൻ്റെ കൃഷ്ണ ഞാൻ ഇതൊക്കെ എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്നിട്ട് ഒരു കൂസലുമില്ലാണ്ട് അയാൾ ഇവിടെ കയറി വന്നു, അയാളെ മുഖം അടിച്ച് പൊട്ടിക്കണമായിരുന്നു ആ അശ്വിൻ്റെ ഇതൊക്കെ പറഞ്ഞ് അശ്വിനെ വഴക്ക് പറയുക കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാണ്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കണം, ഈശ്വര ഭഗവാന്റെ കടാക്ഷം മൂലം നീ അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അതന്നെ വലിയ കാര്യം, നീ പേടിക്കേണ്ട മോളെ, നീ എത്രയും പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്യണമെന്ന് ചേച്ചിയും ശ്യാമൊക്കെ ശ്രുതി എടുത്ത് മാറി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതിയും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചേച്ചി പറഞ്ഞിട്ട് നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറയുവാണ്. ശേഷം കാണിക്കുന്ന അശ്വിനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ നീയൊക്കെ ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, പക്ഷേ പ്രണയം എന്ന് പറയുന്നത് തലക്ക് പിടിക്കുന്നൊരു സംഭവമാണ്, ഒരു വൃത്തികെട്ട ഒരു വികാരമാണെന്നൊക്കെ പറയുവാണ്. നിനക്ക് ലാവണ്യടുത്ത് പ്രണയമായത് പിന്നെ മറ്റുള്ളവരെ കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയേണ്ടത്, എനിക്കൊരു കാര്യം പറയണ്ട, എനിക്ക് ലാവണ്യടുത്ത് പ്രണയവുമില്ല ഒന്നുമില്ല, അപ്പോൾ ലാവണ്യായിട്ടുള്ള കൂട്ട് നീ വിടണമെന്ന് മുത്തശ്ശി പറയുമ്പോൾ അതൊന്നും എനിക്ക് വിടാൻ പറ്റില്ല, പക്ഷേ അവളോട്ട് പ്രണയമൊന്നുമില്ലെന്ന് എനിക്ക് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ അശ്വിൻ. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് എനിക്കെന്തോ പ്രണയമുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കോപ്പമില്ല, അതിനെ പ്രണയം എന്നുള്ള സംഭവം വേണമെങ്കിൽ നമുക്ക് ഒരാളെ വിശ്വാസം വേണം, എനിക്ക് ഈ ലോകത്ത് എന്നെ അല്ലാണ്ട് വേറെ ആരെയും വിശ്വാസവും ഇല്ല എന്നൊക്കെ അശ്വിൻ പറയാണ്. എനിക്ക് ഈ ലോകത്ത് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ, അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ വീണ്ടും അശ്വിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശി പറയേണ്ടത്, നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും കാര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അശ്വിൻ പറയേണ്ടത്, പ്ലീസ് ആ കാര്യങ്ങളൊന്നും എന്നെ ഓർമ്മപ്പെടുത്തരുത്, അതൊക്കെ മറ്റുള്ള ആരെക്കാളും നല്ല ഓർമ്മയുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, എന്തായാലും ഞാൻ ഒരു പ്രണയത്തിൽ വീഴുകയോ പ്രണയത്തിലാവുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല, അതിനെനിക്ക് പറ്റത്തുമില്ല, എനിക്ക് ആരെയും ഇഷ്ടമല്ല, ആരെയും വിശ്വാസമില്ല, ഒന്നുമല്ല എന്നൊക്കെ അശ്വിൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനുശേഷം അശ്വിൻ ദേഷ്യം വരുക കേട്ടോ അശ്വിന്. മുത്തശ്ശി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനോരമ മനസ്സിൽ വിചാരിക്കേണ്ട, ഈ വൃത്തികെട്ട ലേഡി എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രണയം ഇത്ര വൃത്തികെട്ട സംഭവമൊന്നുമല്ല, അത് നല്ലൊരു വികാരമാണ് എന്നൊക്കെ മനോരമ മനസ്സിൽ വിചാരിക്കുവാണ്. അശ്വിനാണെങ്കിൽ ഓരോന്നൊക്കെ തിരിച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചി സംസാരിക്കുന്ന സമയത്ത്, ചേച്ചി പ്ലീസ് എന്നോടൊന്നും ഇപ്പോൾ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വീണ്ടും റൂമിലേക്ക് കയറി പോവുക. റൂമിൽ കയറിയിട്ട് വീണ്ടും അശ്വിൻ ശ്രുതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിനെ പൊക്കിയെടുത്തതും വണ്ടി കയറ്റിയതും വീട്ടിലേക്ക് കൊണ്ടേ ആക്കിയതും എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ കൈകൾ പൊട്ടിയതും അതുമൂലം അശ്വിൻ്റെ കൈകൾ മുറിഞ്ഞതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ.
അശ്വിൻ ഇങ്ങനെ ശ്രുതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്ന സമയത്ത് ചേച്ചി റൂമിലേക്ക് വരുന്നുണ്ട്. കയ്യിൽ ഒരു പാത്രത്തിൽ ഭക്ഷണമൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അശ്വിനെ, എടാ കുഞ്ഞ ഒന്ന് എഴുന്നേക്കടാ എന്ന് വിളിക്കുവാണ്. എന്താടാ കുഞ്ഞ, എനിക്ക് നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശ്രുതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല. ശ്രുതിയോ? ആരാടാ അത്? നീ നേരത്തെയും പറഞ്ഞല്ലോ ശ്രുതിയുടെ പേര്. ഞാൻ വെച്ച് നിനക്ക് നാവ് പിഴച്ചതായിരിക്കുമെന്ന്. ആരാ അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി പ്ലീസ് അന്നങ്ങ് പറയുവാണ്. നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. ചേച്ചി നിനക്കുള്ള ഫുഡായിട്ടാണ് വന്നേക്കണം. ചേച്ചി എനിക്ക് ഫുഡൊന്നും വേണ്ട, പ്ലീസ് നീ ഇത് കഴിക്കണം, എങ്കിലല്ലേ ചേച്ചിക്ക് സന്തോഷമാവുള്ളൂ. പ്ലീസ് കുഞ്ഞ കഴിക്കടാ എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ ആ ഫുഡ് മേടിക്കുവാണ്. പക്ഷേ അശ്വിൻ അത് കഴിക്കാൻ പറ്റുന്നില്ല, കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട്. ചേച്ചി പറയുന്നുണ്ട്, നിൻ്റെ കൈ മുറിഞ്ഞിരിക്കുമല്ലേ, ഞാൻ ചേച്ചി ഇന്ന് നിനക്ക് വാരിത്തരട്ടെ? ശരി എന്ന് അശ്വിൻ പറയുമ്പോഴേക്കും, വാ കുഞ്ഞ, എത്ര നാളെ നിനക്ക് ഭക്ഷണമൊക്കെ വാരിത്തന്നിട്ട്, ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞിട്ട് ചേച്ചി അശ്വിന് ഭക്ഷണം വാരി കൊടുക്കുവാണ്. ഇഷ്ടപ്പെട്ടോ കുഞ്ഞ ഫുഡ്? ഇഷ്ടപ്പെട്ടു ചേച്ചി എന്ന് പറയുന്നിടത്താട്ടോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.